സൂറത്തുൽ ബഖറ 97 മുതൽ 101 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇذനില്ലാഹി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. أفكلما عاهدوا عهدا نبذه فريق منهم بل أكثرهم لا يؤمنون. ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. ഖുൽ നബിയെ പറയുക, മൻ കാന അദുവൻ, ആരൊരുത്തൻ ശത്രുവാണോ, ജിബ്രീല ജിബ്രീലിൻ്റെ ശത്രുവാണോ, ഫഇന്നഹു നിശ്ചയം അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാം നസ്സലഹു അതിനെ ഇറക്കിയത്, അതായത് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്, അലാ ഖൽബിക താങ്കളുടെ ഹൃദയത്തിലേക്ക് ബിഇദ്നില്ലാഹ് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മാത്രമാണ്, മുസദ്ദിഖൻ സത്യപ്പെടുത്തിക്കൊണ്ട്, ലിമാ ബൈന യദൈഹി അതിൻ്റെ മുമ്പിലുള്ളതിന്, അതായത് വിശുദ്ധ ഖുർആൻ്റെ മുമ്പിലുള്ള മുൻവേദങ്ങളെ, മുമ്പേ അവതരിച്ച വേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. വഹുദൻ സന്മാർഗമായിട്ടും, വബുശ്റാ സന്തോഷവാർത്തയായിട്ടും, ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക്. അപ്പോൾ ജിബ്രീലിനോട് ആരെങ്കിലും ശത്രുത പുലർത്തുന്നുവോ എങ്കിൽ മനസ്സിലാക്കുക, ജിബ്രീൽ താങ്കളുടെ ഹൃദയത്തിലേക്ക് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, ഇറക്കിയത്, അള്ളാഹുവിൽ നിന്ന് ഇറക്കിയത്, അത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ്. അതാകട്ടെ മുൻവേദങ്ങൾ സത്യപ്പെടുത്തിക്കൊണ്ടും സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്തയും സന്മാർഗവുമായിട്ടാണ്. മൻ കാന അദുവ്വൻ ലില്ലാഹി, ആരൊരുത്തൻ അള്ളാഹുവിന് ശത്രുവാണോ, അള്ളാഹുവിൻ്റെ ശത്രുവാണോ, വ മലായികത്തിഹി അവൻ്റെ മലക്കുകൾക്കും ശത്രുവാണോ, വ റുസുലിഹി അവൻ്റെ ദൂതന്മാർക്കും മുർസലീങ്ങൾക്കും ശത്രുവാണോ, വ ജിബ്രീല വ മീക്കാല ജിബ്രീലിനും മീക്കാലിനും, അത് പ്രത്യേകം പറഞ്ഞതാണ്. ഫഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു അദുവ്വുൽ ലിൽ കാഫിരീൻ, അത്തരം സത്യനിഷേധികൾക്ക് അള്ളാഹു ശത്രുവാണ്, അവരുടെ ശത്രുവാണ് അള്ളാഹു. അപ്പോൾ ജിബ്രീലിൻ്റെയും മീക്കാലിൻ്റെയും മറ്റു മലക്കുകളുടെയും മുർസലീങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ശത്രു ആരുണ്ടോ, ആരൊക്കെയാണോ അവരുടെ ശത്രുക്കൾ, അവരുടെ ശത്രു ആണ്, അത്തരം നിഷേധികളുടെ ശത്രുവാണ് അള്ളാഹു. വലഖദ് അൻസൽനാ ഇലൈക ആയാത്തിൻ ബയ്യിനാത്തിൻ, വലഖദ് അൻസൽന നിശ്ചയം നാം അവതരിപ്പിച്ചു, ഇലൈക താങ്കളിലേക്ക്, ആയാത്തിൻ ബയ്യിനാത്തിൻ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, വമാ യക്ഫുറു ബിഹാ ആ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല, ഇല്ലൽ ഫാസിഖൂൻ തോന്നിയാസികൾ, തമ്മാടികൾ, താന്തോന്നികൾ അല്ലാതെ. അവ കുല്ലമാ ആഹദു അവർ ഖരാർ ചെയ്തപ്പോഴെല്ലാം, അഹദൻ ഒരു കരാർ, നബദഹു അതിനെ അവർ വലിച്ചെറിഞ്ഞു, ഫരീഖും മിൻഹും അവരിൽ നിന്നുള്ള ഒരു വിഭാഗം അതിനെ വലിച്ചെറിഞ്ഞു, ബൽ എന്നല്ല അക്സറുഹും അവരിൽ അധിക പേരും ലാ യുഅ്മിനൂൻ സത്യവിശ്വാസം തന്നെ ഇല്ലാത്തവരാണ്. വലമ്മാ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാഹി, വലമ്മാ ജാഅഹും അവർക്ക് വന്നെത്തിയപ്പോൾ, ഈ യഹൂദികൾക്ക് ഇസ്രായേലിയർക്ക് വന്നെത്തിയപ്പോൾ, റസൂലുൻ മിൻ ഇൻദില്ലാഹി അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ ആഗതരായപ്പോൾ, മുസദ്ദിഖുൽ ലിമാ മഅഹും അവരുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, നബദ ഫരീഖും മിനല്ലദീന ഊത്തുൽ കിതാബ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ അഹ്ലുൽ കിതാബുകാരിൽ ഒരു വിഭാഗം വലിച്ചെറിഞ്ഞു, കിതാബ് അള്ളാഹുവിൻ്റെ കിതാബിനെ, അതായത് തൗറാത്തിനെ തന്നെ വലിച്ചെറിഞ്ഞു, വറാ ളുഹൂരിഹിം അവരുടെ മുതുകൾക്ക് പിറകിലേക്ക് അവർ അതിനെ അവഗണിച്ചു, കഅന്നഹും ലാ യഅലമൂൻ അവർക്ക് സംഭവം ഈ സത്യം അറിയുകയില്ല എന്നതുപോലെ. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും യഹൂദികളും തമ്മിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണത്തിൽ അവർ ചില ചോദ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി അതിന് മറുപടി പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ജിബ്രീലാണിത് കൊണ്ടുവരുന്നത്, നിങ്ങൾക്ക് ജിബ്രീൽ കൊണ്ടുവരുന്നത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കൂല. കാരണം ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്. ജിബ്രീലാണ് ശിക്ഷകൾ കൊണ്ടുവരുന്നതും ആപത്തുകൾ വിപത്തുകൾ കൊണ്ടുവരുന്നതൊക്കെ ജിബ്രീലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കാത്തത് എന്ന് ഒരു ന്യായം അവർ പറഞ്ഞു എന്ന് റിപ്പോർട്ടുകളിൽ കാണാം. അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ജിബ്രീലിൻ്റെ ശത്രു ആരാണോ, ജിബ്രീൽ യഥാർത്ഥത്തെ തന്നിഷ്ടപ്രകാരമല്ല ഇത് ഇറക്കുന്നത്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ ജിബ്രീൽ അതിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും പ്രവാചകന്മാർക്ക് നബിമാർക്ക് അല്ലാതെ പറയാൻ പറ്റാത്ത ചില മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു യഹൂദികളുടെ നേതാവായിരുന്നു, യഹൂദികളുടെ ഒരു വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും നബിമാർക്കല്ലാതെ ഉത്തരം നൽകാൻ പറ്റാത്ത ചില ചോദ്യങ്ങൾ താങ്കളോട് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതിന് വ്യക്തമായ മറുപടി അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ജിബ്രീൽ എനിക്കിതിൻ്റെ മറുപടികൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന്. ജിബ്രീലോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഈ ജിബ്രീൽ യഹൂദികളുടെ ശത്രുവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചു എന്ന് റിപ്പോർട്ടിൽ കാണാം. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്ത്, ജിബ്രീലിൻ്റെ ശത്രു അവർ അള്ളാഹുവിൻ്റെ ശത്രുവാണ് എന്നാണ്. ഇനി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തിൻ ബയ്യിനാത്ത് എന്ന് പറഞ്ഞല്ലോ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു എന്ന് പറയുന്നത് പല കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മിയായിരുന്നു, അക്ഷരജ്ഞാനമില്ലാത്തയാളായിരുന്നു. എന്നിട്ടും യഹൂദികളിലെ പണ്ഡിതന്മാർക്ക് മാത്രം അറിയാവുന്ന യഹൂദികളുടെ ചരിത്രങ്ങൾ, അവർക്ക് അള്ളാഹു അവതരിപ്പിച്ച വേദത്തിൻ്റെ ഉള്ളടക്കം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ കൈവശം കിട്ടി, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എങ്ങനെ മനസ്സിലായി, അത് അള്ളാഹുവിൻ്റെ വഹയിലൂടെ അല്ലാതെ സാധ്യമല്ലല്ലോ. അപ്പോൾ അത്തരം ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ ഉദ്ദേശ്യമെന്ന് മനസ്സിലാക്കാം. അതേപോലെ ഈ യഹൂദികളിൽ കൃത്യമായിട്ട് അവരിലെ പണ്ഡിതന്മാർക്ക് പ്രത്യേകിച്ചും ധാരണയുണ്ടായിരുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വന്നിരിക്കുന്ന റസൂൽ അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണ് എന്ന്. എന്നിരുന്നാലും തങ്ങളിൽ നിന്നല്ലല്ലോ വന്നത് എന്നതുകൊണ്ട് അവർ അസൂയയും അഹങ്കാരവും നിമിത്തം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാതിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരിൽ നല്ലൊരു വിഭാഗം അല്ലെങ്കിൽ ഭൂരിപക്ഷവും ആളുകളും ഇത് തട്ടിക്കളയുകയാണ്, അവഗണിക്കുകയാണ് ചെയ്തത് സത്യസന്ദേശത്തെ. മാത്രമല്ല അവരുടെ കരാർ പാലനമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കരാറുകൾ അവരുമായി അള്ളാഹു ഉറപ്പുകൾ ഉണ്ടാക്കി അതെല്ലാം അവർ ലംഘിക്കുകയാണ് ചെയ്തത്. അവരിൽ അധിക പേരും ലംഘിക്കുകയാണ് ചെയ്തത്. അവരിൽ നിന്ന് വളരെ കുറച്ച് പേർ മാത്രമേ സത്യവിശ്വാസം കൈക്കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിലൂടെ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരുടെ ഏക വേദമായിട്ടുള്ള തൗറാത്ത് മാത്രമേ അംഗീകരിക്കുമെന്നാണല്ലോ അവർ പറയാറുണ്ട്. എന്നാൽ തൗറാത്ത് പോലും അവർ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമായും മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞിട്ടുണ്ട് നബിമാരെ വധിച്ച കാര്യവും മറ്റും. അവരിൽപ്പെട്ട നബിമാരെ തന്നെ അവർക്ക് വന്ന അവരുടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വന്ന നബിമാരെ തന്നെ അവർ വധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ വേദഗ്രന്ഥത്തിൽ വ്യക്തമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടും അവരെ തള്ളിക്കളയുമ്പം അവർ തൗറാത്ത് തന്നെ തള്ളിക്കളയുന്നതിന് തുല്യമാണ് അത് എന്ന് മനസ്സിലാക്കാം.